തൃശൂർ മാതൃഭൂമി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നതിന് വാർ റൂം തുറന്നത് വായനക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഈ വാർ റൂം ചില തൽപര കക്ഷികൾക്ക് മാത്രം പ്രത്യേകം പ്രാമുഖ്യം നൽകുന്നതാണ്. വായനക്കാർക്ക് അഭിപ്രായ വ്യത്യാസം. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കൃഷ്ണകുമാർ എഡിറ്റർമാരിൽ കിങ് ആണ്. തൃശൂരിന്റെ തന്നെ മോഡറേറ്ററായി മാറിയ MP സുരേന്ദ്രന് ശേഷമാണ് ഈ സ്ഥാനത്തേക്ക് ഈ കിങ് മലപ്പുറത്തു നിന്ന് തൃശൂരിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ മാതൃഭൂമിയിൽ വിവാദമായ പങ്ക്തി നിർത്തിവെച്ചതിന് ഒരു അവകാശിയായിരുന്നു. തുടർന്ന് പത്രം MDയുടെ തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതും പറയപ്പെട്ടിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായുള്ള പ്രശ്നം മുഴുവൻ വായനക്കാരുടെയും കിങ് ആകാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ലെന്നതാണ്. ശരാശരി ഒരു അവണിശ്ശേരിക്കാരന്റെ ചെറിയ മനസ്സ്. ജില്ലയെ മൊത്തത്തിൽ നയിക്കാനല്ല, ചില അജണ്ടകൾ സെറ്റ് ചെയ്തും വ്യൂ പോയിന്റിൽ മങ്ങിയ കാഴ്ചയും ഫിറ്റ് ചെയ്തുമാണ് പത്രത്തിന് തൃശൂരിൽ മൈലേജ് കുറച്ചത്. തൃശൂരിന്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും പ്രചാരമുള്ള പത്രത്തിന് തൃശൂരിൽ കൂടുതൽ മുന്നേറാൻ സാധിച്ചുവെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. തൃശൂരിന്റെ വികാരമായ പൂരം കലങ്ങുന്നത് അറിഞ്ഞിട്ടും വായനക്കാരെ അറിയിക്കാതിരുന്ന മഹാനാണ്. വേണമെങ്കിൽ ത്യാഗി എന്നും വിളിക്കാം. വഷളത്തരങ്ങൾ ആര് കാണിച്ചാലും വാർത്തയാകാറുണ്ട്. എന്നാൽ അടുപ്പക്കാരായാൽ ഒഴിവാക്കും. പഴയ മേയർ തന്റെ സ്വസിദ്ധമായ ശൈലി പ്രകടിപ്പിച്ചവയിൽ ഒന്നും തന്നെ വാർത്തയാക്കാറേയില്ല. വില്ലാളി വീരനായി വന്ന MPയുടെ ചേഷ്ടകളും അറിയാതെ നെഞ്ചിലേറ്റിയത് കാരണമാണോ എന്നറിയില്ല, എല്ലാം രഹസ്യമാക്കി. ചാനലുകൾ പരസ്യമാക്കിയെങ്കിലും തൃശൂരിലെ മാതൃഭൂമി പത്രം പുറത്തുവിട്ടില്ല. വാർ റൂം തുറന്നതും CPMന് ബൈറ്റ് നൽകാൻ ബാബു, BJPക്ക് ശ്രീരാജ്, കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒരാളില്ല. ഇതാണ് ശൈലി. ബാബു ആകട്ടെ CPMന് ദഹിക്കാത്ത പല വാർത്തകളും നൽകി അവരുടെ അമർഷം നേരിടുന്നുണ്ട്. ശ്രീരാജിനാകട്ടെ അങ്ങനെ അമർഷം ഉണ്ടാകാനേ സാധ്യതയില്ല. മറിച്ച് പട്ടും പുടവയും ധാരാളം ലഭിക്കാനുള്ള ഓട്ടത്തിലാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് മൈലേജ് വർദ്ധിപ്പിക്കാൻ പ്രശംസിക്കുന്ന വാർത്തകൾ പെരുപ്പിച്ചു നൽകുക, അങ്ങനെ വോട്ടർമാരുടെ മനസ്സിൽ രോഷം വളർത്തുക. ആയതിന് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലം കണക്കിലെടുക്കേണ്ടെന്ന നിഗമനത്തിലാണ് അവർ. കാള വാലു പൊക്കുന്നത് എന്തിനെന്ന് അറിയാത്ത വായനക്കാരുണ്ടോ? വിരമിക്കുന്നതിനു മുമ്പ് രണ്ടാമതൊരു താമര കൂടി വിരിഞ്ഞാൽ ജന്മഭൂമിയിൽ റിട്ടയർമെന്റ് കാലം ആസ്വദിക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് തണലേകിയ പത്രത്തിന് തൃശൂരിൽ നിന്ന് ഇങ്ങനെയൊരു ഭേദഗതി. ഗാന്ധിജി പൊറുക്കും, ഉറപ്പ്. നന്ദി. തനി നാടൻ മലയാളി ന്യൂസ്, തൃശൂർ ബ്യൂറോ.